നമുക്ക് ലൂപ്പിൻ്റെ ചാർട്ട് അനാലിസിസ് നോക്കാം. അപ്പം വീഡിയോ കാണുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, സബ് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അറിയാം. ഇതൊരു വീക്ക്ലി ടൈം ഫ്രെയിമാണ്. ഇതൊരു 2001 മുതൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു ചാർട്ടാണെന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം ഇത് ഓവറോൾ അപ് ട്രെൻഡ് ആണെന്നുള്ളൊരു കാര്യം അറിയാം. ഇതിനകത്ത് ഒരുപാട് എൻട്രി എക്സിറ്റുകൾ കാണിച്ചു തരാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഞാൻ തൊട്ടടുത്തുള്ളൊരു എൻട്രി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഒരു കാര്യം കാണിച്ചിരുന്നത്, ഈ ഒരു ഹൊറിസോണ്ടൽ ഏരിയയിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ ഫോം ആയിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് എന്തോരം നല്ലൊരു മൂവ്മെൻറ്റ് ഇത് വന്നിട്ടുണ്ടെന്ന് കണ്ടോ. അപ്പോൾ നമുക്കൊരു ലോങ് പൊസിഷൻ അല്ല, നമുക്കൊരു പ്രൈസ് റേഞ്ചിൻ്റെ ഒരു ടൂൾ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇതുകൊണ്ട് എത്ര പെർസെൻറ്റേജിനടുത്ത് നമുക്ക് ഇവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയെന്ന് കണ്ടോ. എന്നിട്ട് പോലും നമ്മളൊരു ചെറിയ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. കാര്യം നല്ലൊരു അപ് ട്രെൻഡ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയേക്കുന്നൊരു ചാർട്ടായത്. അപ്പോൾ നമുക്കിത് റീസെൻ്റ്ലി ഉള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും അവസാനം വന്നേക്കുന്നൊരു ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ബ്രേക്കൗട്ടാണ്. കാരണം ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം. പിന്നെ ഞാനിത് പുറത്തിരുന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ, നിങ്ങൾ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് കുറച്ച് ഔട്ട്ഡോർ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ നോയ്സുകൾ വരുന്നത്. പക്ഷേ നിങ്ങളത് ഓക്കെയാണ്, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു എൻട്രിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണണം. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടെ താഴെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കത് കാണാം. നമുക്ക് എത്ര പെർസെൻറ്റേജ് മുകളിലോട്ട് മൂവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ ഒരു താഴത്തെ ഒരു മെയിനായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഇതോടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ ഈ പ്രൈസ് റേഞ്ച് ടൂൾ എടുത്തു, നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വെക്കുന്നു. നമ്മൾ ഇങ്ങോട്ടൊന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ അറിയാം ഒരു 100% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് ഒരു ബ്രേക്കൗട്ട് റേഞ്ചിൽ നിന്ന് തന്നെ നമുക്കൊരു എൻട്രി എടുത്തവർ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രി വന്നിട്ടുണ്ടോ എങ്ങനെ അറിയാൻ പറ്റും? അത് വളരെ സിമ്പിളായിട്ട് നമുക്കറിയാൻ പറ്റും. ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ഉണ്ട്. ആ ഓൾ ടൈം ഹൈയിലോട്ടാണ് നമ്മളിത് പോകുന്നത്. അവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ഇതൊന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ട്, കാരണം ഇവിടെ ഒരു ബ്രേക്ക് ആയി ചിലപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുന്നു, പിന്നെ മുകളിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ആണുള്ളത്. അപ്പോൾ അത് ഇവിടെ വരെ പോകുന്ന വെച്ചാൽ നമുക്കൊരു തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇത് നമ്മളൊരു ക്ലോൺ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് വേണ്ടി ഇങ്ങോട്ടൊന്ന് വെക്കുന്നു. അപ്പം എങ്ങനെ കളിച്ചാൽ ഇതൊന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു അപ്പ് മൂവ്മെൻറ്റ്, ഇത്രയും നല്ലൊരു പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്കൗട്ട് ആയിരിക്കണം. ബ്രേക്കൗട്ട് കൺഫേം ആയാൽ മാത്രമേ മേടിക്കാവൂ. മാർക്കറ്റ് കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ട് മാത്രമേ മേടിക്കാവൂ. അപ്പോൾ അവിടെ നമ്മളിത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ നമുക്കൊരു 100% അടുത്തുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു 80% ഒക്കെ മിനിമമായിട്ട് പ്രതീക്ഷിക്കും. പോട്ടെ, എങ്ങനെ കളിച്ചാൽ 50% ഉള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്കത് എടുക്കാൻ പറ്റും. അതൊരു ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആകാനുള്ള എല്ലാവിധ ചാൻസുകളും ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു നെഗറ്റീവ് കേസിൽ താഴോട്ട് പോയാൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം നമ്മൾ കയറുക. അപ്പോൾ ചിലപ്പം അതുകൊണ്ട് ഇവിടെ ബ്രേക്കൗട്ടിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കളിങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ കയറത്തുള്ളൂ. ചിലപ്പോൾ ഇവിടെ ഒരു കയറിയിട്ട് ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ മുകളിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് കിട്ടിയാൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അല്ലാതെ ഒരിക്കലും ഒരു വീഡിയോ കണ്ടെന്ന് കൊണ്ട് ചാടി കയറാതിരിക്കുക. നിങ്ങൾ 100% നിങ്ങൾക്കൊരു ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഷെയറും നമ്മൾ കയറാൻ പാടുള്ളൂ, അതെന്തൊക്കെയാണേലും. പിന്നെ ഈ താഴേന്ന് വാങ്ങിച്ചിരുന്ന് പേടിക്കേണ്ട. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു റെസിസ്റ്റൻസ് ഒരു ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സൈഡ് വേസ് മൂവ്മെൻറ്റുള്ള ചാൻസ് ഉണ്ട്. പിന്നെ താഴേന്ന് വാങ്ങിച്ചവരൊക്കെ ആകെപ്പാടെ പേടിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ താഴോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും നമ്മളൊരു ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഡെയിലി എടുത്ത് നോക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് ഡെയിലി എടുത്താൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഇന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യൂവിനനുസരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരവസരവും നമ്മൾ മിസ് ചെയ്യാതിരിക്കുക, പേടിച്ച് മാറി നിൽക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് കിട്ടിയാൽ മാത്രം മേടിക്കുക. ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ കാര്യം, കാരണം ഞാനിപ്പോൾ പറയുന്ന നല്ലൊരു എൻട്രി എൻ്റെ ഒരു എൻട്രി ലെവലോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസോ ആയിരിക്കത്തില്ല നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് സെറ്റപ്പിനടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എൻട്രി എടുക്കുക. അപ്പം എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഇതൊന്ന് വരച്ചെടുക്കാനോ ഒക്കെ നിങ്ങൾക്കൊന്ന് പറ്റും. അപ്പം നിങ്ങളൊന്ന് പ്രൈസ് ആക്ഷനൊക്കെ ഒന്ന് വരച്ച് നോക്കുക. നമ്മുടെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.